ശൂരനാട് ക്യാൻവാസിന്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചില വീടുകൾ നമ്മൾ കണ്ടു മറന്നുപോകും. പക്ഷേ ചില വീടുകൾ അങ്ങനെയല്ല. ഒരൊറ്റ നോട്ടത്തിൽ തന്നെ മനസ്സിൽ പതിയും. ആ വീട് ആരുടേതാണ്, എത്ര ചെലവായി, എവിടെയാണ് എന്നൊക്കെ അറിയാൻ തോന്നും. കാരണം ആ വീടിനൊരു പ്രത്യേക വ്യക്തിത്വമുണ്ട്. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് അത്തരത്തിലുള്ള ചില കണ്ടംപററി സ്റ്റൈൽ വീടുകളാണ്. ഈ വീഡിയോയിൽ കാണുന്ന ഓരോ 3D ഡിസൈനും വെറും കമ്പ്യൂട്ടറിൽ വരച്ച ചിത്രങ്ങളല്ല. നമ്മൾ ഒരിക്കൽ യാഥാർത്ഥ്യമാക്കാൻ പോകുന്ന ഒരു കുടുംബത്തിന്റെ സ്വപ്നങ്ങളാണ്. ഒരു വീട് നിർമ്മിക്കുന്നത് സിമന്റും കമ്പിയും ഇഷ്ടികയും കൂട്ടിച്ചേർക്കുന്നതല്ല. ഒരു കുഞ്ഞ് ആദ്യമായി നടക്കാൻ പഠിക്കുന്ന വീട്, ഒരു കുടുംബം ഒരുമിച്ച് ഭക്ഷണം കഴിക്കുന്ന ഡൈനിങ് ഹാൾ, ഉത്സവ ദിവസങ്ങളിൽ ചിരികൾ നിറയുന്ന ലിവിംഗ് റൂം, ജീവിതകാലം മുഴുവൻ ഓർമ്മകളായി മാറുന്ന ഒരു ലോകമാണ്. അതുകൊണ്ടാണ് വീട് നിർമ്മിക്കുന്നത് ജീവിതത്തിലെ ഏറ്റവും വലിയ തീരുമാനങ്ങളിൽ ഒന്നായി പറയുന്നത്. ഇപ്പോൾ നമ്മുടെ മുന്നിലുള്ള ഡിസൈൻ ഒന്ന് ശ്രദ്ധിച്ചു നോക്കും. അമിതമായ അലങ്കാരങ്ങളൊന്നുമില്ല. വളഞ്ഞ ഷേഡുകളും കൊത്തുപണികളും വളരെ കുറവാണ്. എന്നാൽ എന്തൊരു ഭംഗി! ഇതാണ് കണ്ടംപററി സ്റ്റൈൽ വീടുകളുടെ പ്രത്യേകത. അതായത് കുറച്ച് അലങ്കാരങ്ങൾ മാത്രം ഉപയോഗിച്ച് കൂടുതൽ ഭംഗി സൃഷ്ടിക്കുന്ന ഒരു ശൈലിയാണ്. ഈ സ്റ്റൈൽ ആദ്യമായി ലോകത്ത് ശ്രദ്ധിക്കപ്പെടാൻ തുടങ്ങിയത് 20-ാം നൂറ്റാണ്ടിന്റെ മധ്യകാലത്താണ്. പിന്നീട് ലോകമെമ്പാടും പ്രചാരത്തിലായി. ഇന്ന് കേരളത്തിലും ഈ ശൈലിയിലുള്ള വീടുകൾ വളരെ വേഗത്തിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം ആളുകളുടെ ജീവിതശൈലി മാറി. ചെറിയ കുടുംബങ്ങൾ, പരിപാലിക്കാൻ എളുപ്പമുള്ള വീടുകൾ, ആധുനിക സൗകര്യങ്ങൾ, പ്രകൃതി വെളിച്ചം പരമാവധി ലഭിക്കുന്ന ഡിസൈനുകൾ, ഇതെല്ലാം ആളുകൾ കൂടുതൽ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് തന്നെ കണ്ടംപററി സ്റ്റൈൽ വീടുകൾക്ക് ഇന്ന് വലിയ സ്വീകാര്യതയാണ്. ഇപ്പോൾ ഈ വീടിന്റെ മുൻവശം നോക്കൂ. നേരെയുള്ള ഷേഡുകളാണ് കൂടുതൽ കാണുന്നത്. അതുകൊണ്ട് ഈ വീടിന് ഒരു ആത്മവിശ്വാസമുള്ള രൂപം ലഭിക്കുന്നു. ചിലർ ചോദിക്കും, ഇത്ര സിമ്പിൾ ആയിട്ട് എങ്ങനെ ഇത്ര മനോഹരമായി തോന്നുന്നു എന്ന്. അതിന്റെ ഉത്തരം വളരെ ലളിതമാണ്. നല്ല ഡിസൈനിന് അധികം അലങ്കാരങ്ങൾ ആവശ്യമില്ല. ഓരോ വരയും, ഓരോ ജനലും, ഓരോ മതിലും കൃത്യമായ അളവിൽ വന്നാൽ ആ വീട് സ്വയം മനോഹരമാകും. ഇനി ഈ വലിയ ഗ്ലാസ് ജനലുകൾ നോക്കൂ. പകൽ സമയത്ത് സൂര്യപ്രകാശം വീടിനുള്ളിലേക്ക് ധാരാളമായി എത്തും. അതുകൊണ്ട് പകൽ ലൈറ്റുകൾ തെളിയിക്കേണ്ട ആവശ്യം കുറയും. പുറത്തെ പൂന്തോട്ടമോ മരമോ മഴയോ എല്ലാം വീടിനുള്ളിൽ ഇരുന്ന് ആസ്വദിക്കാൻ കഴിയും. രാത്രിയിൽ വീടിനുള്ളിലെ ലൈറ്റുകൾ തെളിയുമ്പോൾ പുറത്തു നിന്ന് നോക്കുന്നവർക്ക് ഈ വീട് ഒരു 5 സ്റ്റാർ റിസോർട്ട് പോലെയാകും തോന്നുക. അതാണ് കണ്ടംപററി ഡിസൈനിന്റെ മാജിക്. ഒരു വീട് വർഷങ്ങളോളം നിലനിൽക്കണമെങ്കിൽ അതിന്റെ ഉള്ളിലെ ഓരോ മെറ്റീരിയലും മികച്ചതായിരിക്കണം. അടിത്തറ മുതൽ മേൽക്കൂര വരെ ഉപയോഗിക്കുന്ന ഓരോ കല്ലും, ഓരോ സിമന്റ് ചാക്കും, ഓരോ കമ്പിയും, ഓരോ മണൽത്തരിയും വീടിന്റെ ഭാവി തീരുമാനിക്കുന്നവയാണ്. ഒരു വീടിന്റെ അടിത്തറ എങ്ങനെയായിരിക്കണം, ഏത് കല്ലാണ് നല്ലത്, ഏത് മണലാണ് തിരഞ്ഞെടുക്കേണ്ടത്, എന്തുകൊണ്ടാണ് ചില വീടുകൾ 50 വർഷം കഴിഞ്ഞിട്ട് ഉറച്ചു നിൽക്കുന്നത്, ചില വീടുകളിൽ 5 വർഷം കൊണ്ട് തന്നെ വിള്ളലുകൾ വരുന്നത്, ഇതെല്ലാം വളരെ ലളിതമായി നമുക്കൊന്ന് നോക്കാം. ഒരു വീട് കാണുമ്പോൾ നമ്മൾ ആദ്യം കാണുന്നത് അതിന്റെ ഭംഗിയാണ്. പക്ഷേ ഒരു വീടിനെ വർഷങ്ങളോളം നിലനിർത്തുന്നത് അതിന്റെ ഭംഗിയല്ല, അതിന്റെ അടിത്തറയാണ്. നമ്മൾ ഇപ്പോൾ കാണുന്ന ഈ മനോഹരമായ കണ്ടംപററി വീടുകൾ, ഇവയുടെ ഭംഗിക്ക് പിന്നിൽ ഒരുപാട് കണക്കുകൂട്ടലുകളും അധ്വാനവും ഒളിഞ്ഞിരിക്കുന്നു. ഒരു വീട് പണിയാൻ തുടങ്ങുമ്പോൾ ആദ്യം ഉയരുന്നത് മതിലല്ല, ആദ്യം പരിശോധിക്കുന്നത് മണ്ണാണ്. കാരണം ഒരു മനുഷ്യന്റെ സ്വഭാവം മനസ്സിലാക്കാതെ അവനെ വിശ്വസിക്കാൻ പാടില്ലാത്തതുപോലെ ഒരു സ്ഥലത്തിന്റെ മണ്ണ് മനസ്സിലാക്കാതെ വീട് പണിയാനും പാടില്ല. ചില സ്ഥലങ്ങളിൽ മണ്ണ് വളരെ ഉറച്ചതായിരിക്കും, ചില സ്ഥലങ്ങളിൽ അത് അയവുള്ളതായിരിക്കും, ചിലയിടങ്ങളിൽ മഴക്കാലത്ത് മണ്ണ് വെള്ളം കുടിച്ച് വിയർക്കും. അതുകൊണ്ടാണ് നല്ലൊരു എഞ്ചിനീയർ ആദ്യം മണ്ണിന്റെ സ്വഭാവം പരിശോധിക്കുന്നത്. അതിനുശേഷമാണ് അടിത്തറയുടെ ആഴം തീരുമാനിക്കുന്നത്. ഇനി ഈ വീടിന്റെ അടിത്തറയെ മനസ്സിൽ സങ്കല്പിച്ചു നോക്കൂ. നമ്മൾ ഇപ്പോൾ കാണുന്നത് 2 നില വീടാണ്. പക്ഷെ അതിന്റെ യഥാർത്ഥ ശക്തി മണ്ണിനടിയിലാണ്. മണ്ണിനടിയിൽ കിടക്കുന്ന ആ കോൺക്രീറ്റും കല്ലും കമ്പിയുമാണ് ഈ വീടിന്റെ ജീവൻ. ഇനി കല്ലിനെ കുറിച്ച് നമുക്ക് കൂടുതലായി നോക്കാം. പലരും കരുതുന്നത് കല്ലെന്നാൽ കല്ല് തന്നല്ലേ എന്നാണ്. പക്ഷേ നിർമ്മാണത്തിൽ ഉപയോഗിക്കുന്ന എല്ലാ കല്ലുകളും ഒരുപോലെയല്ല. ഉറപ്പുള്ള, വിള്ളലുകൾ ഇല്ലാത്ത, നല്ല നിലവാരമുള്ള കല്ല് ഉപയോഗിച്ചാൽ മാത്രമേ അടിത്തറയ്ക്ക് ശരിയായ കരുത്ത് ലഭിക്കൂ. ഒരു നല്ല കല്ല് വർഷങ്ങളോളം ഒരു പരാതിയും പറയില്ല. പക്ഷേ മോശം കല്ല് ഉപയോഗിച്ചാൽ വർഷങ്ങൾ കഴിഞ്ഞാൽ ഭിത്തികൾ വിള്ളൽ വീഴാൻ തുടങ്ങും. അതിനാൽ ഒരു വീടിന്റെ ശക്തി പലപ്പോഴും പുറത്തല്ല, കാണാൻ കഴിയാത്ത ഭാഗത്താണ്. ഇനി മണലിലേക്ക് വരാം. മണൽ ഒരു ചെറിയ വസ്തുവാണെന്ന് പലരും കരുതും. പക്ഷേ ഒരു വീടിന്റെ ഫിനിഷ് തീരുമാനിക്കുന്നതിൽ
മണലിന് വലിയ പങ്കുണ്ട്. നല്ല നിലവാരമുള്ള മണൽ ഉപയോഗിച്ചാൽ പ്ലാസ്റ്ററിംഗ് മിനുസമാകും, പെയിന്റ് കൂടുതൽ ഭംഗിയായിരിക്കും. മതിലുകൾക്ക് ചെറിയ പൊട്ടലുകൾ വരാനുള്ള സാധ്യതയും കുറയും. ഇന്ന് പല സ്ഥലങ്ങളിലും എംസാൻഡ് ആണ് ഉപയോഗിക്കുന്നത്. ശരിയായ നിലവാരമുള്ള നല്ല ക്വാളിറ്റിയിലുള്ള എംസാൻഡുകൾ ഉപയോഗിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ നിലവാരം കുറഞ്ഞ എംസാൻഡുകൾ ഉപയോഗിച്ചാൽ കാലക്രമേണ അത് ഫൗണ്ടേഷന്റെ മേളിലോട്ടുള്ള ഭാഗവും പൊളിഞ്ഞിളകി പോകാൻ സാധ്യത വളരെ കൂടുതലാണ്. ഇനി സിമന്റിനെ കുറിച്ച് പറഞ്ഞാൽ ഒരു വീടിന്റെ എല്ലാ ഭാഗങ്ങളെയും ഒന്നായി ബന്ധിപ്പിക്കുന്ന ശക്തിയാണത്. ശരിയായ അളവിൽ സിമന്റും മണലും മെറ്റലും ചേർന്നാൽ മാത്രമേ നല്ലൊരു കോൺക്രീറ്റ് ലഭിക്കൂ. അളവിൽ ചെറിയൊരു പിഴവ് വന്നാൽ അതിന്റെ പ്രത്യാഘാതം വർഷങ്ങൾക്ക് ശേഷം നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ടാണ് പരിചയസമ്പന്നരായ തൊഴിലാളികളും എഞ്ചിനീയർമാരും ഒരേ മിശ്രിതം വളരെ ശ്രദ്ധയോടെ തയ്യാറാക്കുന്നത്. ഇനി കോൺക്രീറ്റ് കമ്പികളെ കുറിച്ച് പറഞ്ഞാൽ നമ്മൾ പുറത്തുനിന്ന് നോക്കിയാൽ ഈ കോൺക്രീറ്റ് കമ്പികളെ കാണാനില്ല. പക്ഷെ വീടിന്റെ എല്ലാ ഭാരവും ചുമക്കുന്നത് ഈ കോൺക്രീറ്റ് കമ്പികളാണ്. കോളങ്ങളും ബീമുകളും സ്ലാബുകളും എല്ലാത്തിന്റെ ഉള്ളിൽ ശക്തമായി നിൽക്കുന്നത് ഈ കോൺക്രീറ്റ് കമ്പികളാണ്. ഒരു മനുഷ്യന്റെ ശരീരത്തിൽ എല്ലുകൾ ഉള്ളതുപോലെ ഒരു വീടിന്റെ ശരീരത്തിലെ എല്ലുകളാണ് സ്റ്റീൽ കമ്പികൾ. അവ ശരിയായ രീതിയിൽ കെട്ടുകയും ശരിയായ അളവിൽ ഉപയോഗിക്കുകയും ചെയ്താൽ മാത്രമേ വീട് പതിറ്റാണ്ടുകളോളം സുരക്ഷിതമായി നിലനിൽക്കൂ. ഇനി നമ്മൾ കാണുന്ന ഈ മനോഹരമായ കണ്ടംപററി വീടുകളെ വീണ്ടും ഒന്നുകൂടി നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത് ഭംഗി മാത്രമല്ല, ആ ഭംഗിക്ക് പിന്നിലെ ശക്തിയും നിങ്ങൾക്ക് മനസ്സിലാകും. കാരണം ഒരു നല്ല വീട് ഒരിക്കലും പുറം ഭംഗി കൊണ്ട് മാത്രം മികച്ചതാകില്ല. അത് നിർമ്മിച്ച ഓരോ കല്ലും, ഓരോ മണൽത്തരിയും, ഓരോ കമ്പിയും, ഓരോ സിമന്റ് കണികയും സത്യസന്ധമായി ജോലി ചെയ്താലാണ് ആ വീട് ഒരു തലമുറയിൽ നിന്ന് അടുത്ത തലമുറയിലേക്ക് കൈമാറാൻ കഴിയുന്ന ഒരു സമ്പത്താകുന്നത്. ഒരു വീടിന് രാജകീയ ഭംഗി നൽകുന്ന തേക്കിൻ മരം, വാതിലുകൾ, ജനലുകൾ, പോളിഷ്, പെയിന്റ്, ടെക്സ്ചർ, ലൈറ്റിംഗ് ഇവയെല്ലാം വളരെ വിശദമായി പരിചയപ്പെടാം. ചില വീടുകളിലേക്ക് കയറി ചെല്ലുമ്പോൾ ഒരു പ്രത്യേക അനുഭവം ലഭിക്കും. എന്തുകൊണ്ടാണെന്ന് പലപ്പോഴും നമുക്ക് മനസ്സിലാകില്ല. പക്ഷേ അതിന്റെ പ്രധാന കാരണം വീടിനുള്ളിൽ ഉപയോഗിച്ചിരിക്കുന്ന ഓരോ മെറ്റീരിയലുകളുമാണ്. ഒരു നല്ല വീട് വെറും കോൺക്രീറ്റും ഭിത്തികളും ചേർന്നതല്ല. അതിന് ജീവൻ നൽകുന്നത് മരവും വെളിച്ചവും നിറങ്ങളും കാറ്റും ഓരോ ചെറിയ ചെറിയ വിശദാംശങ്ങളുമാണ്. ഇപ്പോൾ നമ്മുടെ മുന്നിലുള്ള ഈ കണ്ടംപററി വീട്ടിലേക്ക് നമുക്ക് മനസ്സിലൊന്ന് കയറി ചെല്ലാം. ആദ്യം കണ്ണിൽപ്പെടുന്നത് പ്രധാന വാതിലാണ്. ഒരു വീട്ടിൽ ആദ്യം സ്വീകരണം നൽകുന്നത് വാതിലുകളാണ്. അതുകൊണ്ട് തന്നെ പല വീടുകളിലും പ്രധാന വാതിലിന് പ്രത്യേക പ്രാധാന്യമുണ്ട്. ഇവിടെ പലരും തിരഞ്ഞെടുക്കുന്നത് തേക്കിൻ മരം കൊണ്ടുള്ള വാതിലുകളാണ്. തേക്കൊരു സാധാരണ മരമല്ല. വർഷങ്ങളോളം മഴയും വെയിലും ഈർപ്പവും സഹിച്ചു നിൽക്കാൻ ശക്തിയുള്ള മരമാണ് തേക്ക്. അതിന്റെ ഉള്ളിലെ സ്വാഭാവിക എണ്ണ കാരണം ചിതലും പല കീടങ്ങളും എളുപ്പത്തിൽ ആക്രമിക്കാറില്ല. അതുകൊണ്ടാണ് പതിറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും പഴയ തേക്കിൻ വാതിലുകൾ ഇന്നും ഉറച്ചു നിൽക്കുന്നത്. നിങ്ങൾ പഴയ തറവാട് വീടുകളിൽ കണ്ടിട്ടുണ്ടാകും 2000-വും 5000-വും വർഷം പഴക്കമുള്ള വാതിലുകൾ ഇന്നും കേരളത്തിൽ മനോഹരമായി നിലകൊള്ളുന്നു. അതാണ് തേക്കിന്റെ ഗുണമേന്മ. പക്ഷേ നല്ല തേക്ക് തിരഞ്ഞെടുക്കുന്നത് പോലെ തന്നെ അതിന് നൽകുന്ന പോളിഷ് പ്രധാനമാണ്. പോളിഷ് ചെയ്ത തേക്കിൻ മരം വെളിച്ചം പതിക്കുമ്പോൾ ഒരു പ്രത്യേക തിളക്കം നൽകും. ആ തിളക്കം പെയിന്റ് കൊണ്ട് ഒരിക്കലും സൃഷ്ടിക്കാൻ കഴിയില്ല. മരത്തിന്റെ സ്വാഭാവിക വരകളും നിറവും അതുപോലെ നിലനിർത്തിയാണ് പോളിഷ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ പ്രീമിയം വീടുകളിൽ തേക്കിന് ഇന്നും ഒരു പ്രത്യേക സ്ഥാനമുണ്ട്. ഇനി ജനലുകൾ നോക്കാം. ഒരു വലിയ ഗ്ലാസ് ജനലുകൾ വെറും ഭംഗിക്ക് വേണ്ടിയല്ല, പ്രകൃതിയുടെ വെളിച്ചം വീടിനുള്ളിലേക്ക് ക്ഷണിക്കുന്ന ഒരു വഴിയാണവ. രാവിലെ സൂര്യന്റെ ആദ്യ കിരണം, വൈകുന്നേരത്തെ സ്വർണ്ണ നിറമുള്ള വെളിച്ചം, മഴത്തുള്ളികൾ വീഴുന്ന കാഴ്ച, ഇതെല്ലാം വീട്ടിലിരുന്ന് ആസ്വദിക്കാൻ കഴിയുന്നത് വലിയ ജനലുകളുടെ ഒരു പ്രത്യേകതയാണ്. അതോടൊപ്പം നല്ല നിലവാരമുള്ള ഗ്ലാസ് ഫ്രെയിമുകളും ഉപയോഗിച്ചാൽ ചൂടും ശബ്ദവും ഒരു പരിധിവരെ നിയന്ത്രിക്കാൻ കഴിയും. ഇനി ഭിത്തികളിലേക്ക് വരാം. പെയിന്റ് എന്നത് വെറും നിറമല്ല, ഒരു വീടിന്റെ വ്യക്തിത്വമാണ്. വെള്ള നിറം ശാന്തത നൽകും, ചാരൻ നിറം ആധുനികതയുടെ ഭാവം നൽകും, മണ്ണിന്റെ നിറങ്ങൾ പ്രകൃതിയുമായി ഒരു ബന്ധം സൃഷ്ടിക്കും. ഇന്ന് കണ്ടംപററി വീടുകളിൽ ഓഫ് വൈറ്റ്, ബേജ്, ഗ്രേ, സാൻഡ് ടോൺ, വുഡ് ഫിനിഷ് തുടങ്ങിയ നിറങ്ങളാണ് കൂടുതൽ ഉപയോഗിക്കുന്നത്. കാരണം ഈ നിറങ്ങൾ വർഷങ്ങൾ കഴിഞ്ഞാലും പഴയതായി തോന്നാറില്ല. പെയിന്റ് ചെയ്യുന്നതിന് മുമ്പ് ഭിത്തികൾ പ്രൈമർ നൽകുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയാമോ?
പ്രൈമർ മതിലിനെയും പെയിന്റിനെയും തമ്മിൽ ശക്തമായി ബന്ധിപ്പിക്കുന്നു. അതിനു മുകളിൽ പുട്ടി ഉപയോഗിച്ച് ചെറിയ ഉയർച്ച താഴ്ചകളെല്ലാം നികത്തുന്നു. അതിനുശേഷം സാൻഡിങ്, വീണ്ടും പ്രൈമർ അടിക്കുന്നു, അവസാനമായി ടോപ്പ് കോട്ട്. ഈ ഓരോ ഘട്ടവും കൃത്യമായി ചെയ്താലാണ് ഭിത്തികൾക്ക് കണ്ണാടി പോലെയുള്ള ഫിനിഷ് ലഭിക്കുന്നത്. നിങ്ങൾ ഒരു നല്ല പെയിന്റ് ചെയ്ത ഭിത്തി കണ്ടിട്ടുണ്ടെങ്കിൽ അത് വെറും അവസാനത്തെ പെയിന്റ് കൊണ്ടല്ല മനോഹരമായത്. അതിനു പിന്നിൽ മണിക്കൂറുകളുടെ തയ്യാറെടുപ്പും ക്ഷമയും അനുഭവ സമ്പത്തുമുണ്ട്. ഒരു നല്ല പെയിന്റർ വെറും നിറം പൂശുന്ന ആളല്ല, ഒരു വീടിന്റെ സൗന്ദര്യം പൂർത്തിയാക്കുന്ന കലാകാരനാണ്. ഇനി രാത്രിയാകുമ്പോൾ ഈ വീട് എങ്ങനെയിരിക്കുമെന്ന് ഒന്ന് സങ്കല്പിച്ചു നോക്കൂ. ചുമരുകളിൽ പതിക്കുന്ന വാം ലൈറ്റുകൾ, ഗ്ലാസ് ജനലിലൂടെ പുറത്തേക്ക് ഒഴുകുന്ന മൃദുവായ വെളിച്ചം, വാതിലിന്റെ തേക്കിൻ മരത്തിൽ തിളങ്ങുന്ന പോളിഷ്. അപ്പോൾ ഈ വീടൊരു കെട്ടിടമല്ല, ഒരു അനുഭവമായി മാറുന്നു. അതുകൊണ്ടാണ് ആളുകൾ പറയുന്നത്, വീടിന്റെ വില കണക്കാക്കാൻ സ്ക്വയർ ഫീറ്റ് മാത്രം നോക്കരുത്, അതിൽ ചേർത്തിരിക്കുന്ന ഗുണമേന്മയും നോക്കണമെന്നും. ഒരു വീടിന്റെ ഭംഗി അതിന്റെ പുറം കാഴ്ചയിൽ മാത്രം ഒതുങ്ങുന്നില്ല, ആ വീടിനുള്ളിലേക്ക് കയറി ചെല്ലുമ്പോൾ ലഭിക്കുന്ന അനുഭവമാണ് അതിന്റെ യഥാർത്ഥ സൗന്ദര്യം. ഇപ്പോൾ ഈ മനോഹരമായ കണ്ടംപററി വീടിന്റെ പ്രധാന വാതിൽ തുറന്ന് നമുക്ക് അകത്തേക്ക് കടക്കാം. വാതിൽ തുറക്കുന്ന നിമിഷം തന്നെ വിശാലമായ ലിവിംഗ് ഏരിയയാണ് നമ്മളെ സ്വാഗതം ചെയ്യുന്നത്. ഇന്നത്തെ കണ്ടംപററി ഡിസൈനുകളിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധ നൽകുന്നത് ഓപ്പൺ സ്പേസ് കോൺസെപ്റ്റിനാണ്. അതായത് ലിവിംഗ് റൂം, ഡൈനിങ് ഏരിയ, കിച്ചൺ എന്നിവ പരസ്പരം ബന്ധിപ്പിച്ച രീതിയിലായിരിക്കും. ഇത് വീട് കൂടുതൽ വലുതായി അനുഭവപ്പെടാൻ സഹായിക്കുന്നു. കുടുംബാംഗങ്ങൾ ഓരോരുത്തരും ഓരോ ഭാഗത്തായിരുന്നാലും തമ്മിൽ ഒരു ബന്ധം നിലനിർത്താൻ ഈ ഡിസൈൻ സഹായിക്കും. ഇനി ഈ സീലിംഗിലേക്ക് നോക്കാം. ജിപ്സം സീലിംഗ്, കോവ് ലൈറ്റുകൾ, സ്പോട്ട് ലൈറ്റുകൾ ഇതെല്ലാം വെറും അലങ്കാരമല്ല, രാത്രിയിലെ വീട്ടിലെ അന്തരീക്ഷം തന്നെ മാറ്റിമറിക്കുന്ന ഘടകങ്ങളാണിവ. വാം വൈറ്റ് ലൈറ്റുകൾ ഉപയോഗിക്കുമ്പോൾ വീടിന് ശാന്തവും പ്രീമിയം ഭാവവും ലഭിക്കും. അതേസമയം പ്രകൃതി വെളിച്ചം പരമാവധി വീടിനുള്ളിലേക്ക് എത്തുന്ന രീതിയിൽ ജനലുകൾ ക്രമീകരിച്ചാൽ പകൽ സമയത്ത് വൈദ്യുതി ഉപയോഗം കുറയ്ക്കാനും കഴിയും. ഇനി കിച്ചണിലേക്ക് നോക്കാം. ഇന്നത്തെ കണ്ടംപററി വീടുകളിൽ കിച്ചൺ വെറും പാചകം ചെയ്യുന്ന സ്ഥലമല്ല, കുടുംബം ഒന്നിച്ചു കൂടുന്ന ഒരു ഇടം കൂടിയാണ്. മോഡുലാർ കിച്ചൺ, സോഫ്റ്റ് ക്ലോസ് ഡ്രോയറുകൾ, ഗ്രാനൈറ്റ് കൗണ്ടർ ടോപ്പുകൾ, നല്ല ചിമ്മിനി, ആവശ്യത്തിന് സ്റ്റോറേജ്, ഇതെല്ലാം ചേർന്നാൽ കിച്ചൺ കൂടുതൽ സൗകര്യപ്രദമാകും. ഇനി ബെഡ്റൂമുകൾ നോക്കാം. ഒരു ബെഡ്റൂം മനോഹരമാക്കാൻ വലിയ ഫർണിച്ചറുകൾ ആവശ്യമില്ല. ശരിയായ നിറങ്ങൾ, മൃദുവായ ലൈറ്റിംഗ്, നല്ല വായു സഞ്ചാരം, ആവശ്യത്തിന് മാത്രം ഫർണിച്ചറുകൾ, ഇതൊക്കെയാണ് നല്ല വിശ്രമത്തിന് സഹായിക്കുന്നത്. അതുകൊണ്ടാണ് ഇന്ന് പലരും ഇളം നിറങ്ങളാണ് ബെഡ്റൂമുകളിൽ തിരഞ്ഞെടുക്കുന്നത്. വീടിന്റെ പുറംഭാഗവും അത്ര തന്നെ പ്രധാനമാണ്. ഒരു ചെറിയ പൂന്തോട്ടം, നന്നായി വെട്ടിയ പച്ചപ്പുള്ള ലോൺ ഇന്റർലോക്ക് വിരിച്ച നടപ്പാത, രാത്രിയിൽ തെളിയുന്ന ഗാർഡൻ ലൈറ്റുകൾ, ഇതെല്ലാം ചേർന്നാൽ വീടിന്റെ ഭംഗി ഇരട്ടിയാകും. പക്ഷേ ഒരു കാര്യം ഒരിക്കലും മറക്കരുത്, വീട് മനോഹരമാകുന്നത് ചെലവ് കൂടുതലായതുകൊണ്ടല്ല, ശരിയായ പ്ലാനിംഗ് കൊണ്ടാണ്. അനുയോജ്യമായ മെറ്റീരിയലുകൾ തിരഞ്ഞെടുക്കുക, ഗുണമേന്മയിൽ വിട്ടുവീഴ്ച ചെയ്യാതിരിക്കുക, അനുഭവ സമ്പന്നരായ തൊഴിലാളികളെ തിരഞ്ഞെടുക്കുക, പെയിന്റ്, മരം, ടൈൽ, പ്ലംബിംഗ്, ഇലക്ട്രിക്കൽ, ഓരോ ജോലിയിലും ശ്രദ്ധ പുലർത്തുക. അപ്പോൾ ആ വീട് വർഷങ്ങളോളം അതിന്റെ ഭംഗിയും ഉറപ്പും നിലനിർത്തും. ഇന്ന് നമ്മൾ കണ്ട ഓരോ കണ്ടംപററി വീടിനും ഓരോ കഥയുണ്ട്. ചിലത് ചെറിയ കുടുംബങ്ങൾക്കായി രൂപകൽപ്പന ചെയ്തവയാണ്, ചിലത് വലിയ കുടുംബങ്ങളുടെ സ്വപ്നങ്ങളാണ്. പക്ഷേ അവയെല്ലാം പറയുന്നത് ഒരേ ഒരു കാര്യമാണ്, ഒരു വീട് പണിയുന്നത് പണം കൊണ്ടാണ്, പക്ഷേ ഒരു വീടിനെ സ്വപ്ന വീടാക്കുന്നത് സ്നേഹവും ചിന്തയും ഗുണമേന്മയുമാണ്. അവസാനമായി ഒരു ചോദ്യം, ഈ വീഡിയോയിൽ കണ്ട വീടുകളിൽ ഏതാണ് നിങ്ങളുടെ മനസ്സ് കീഴടക്കിയത്? നിങ്ങൾക്ക് ഇഷ്ടമായ ഡിസൈൻ ഏതാണ്? അത് കമന്റിൽ എഴുതൂ. നിങ്ങളുടെ അഭിപ്രായം മറ്റുള്ളവർക്കും നല്ലൊരു മാർഗനിർദ്ദേശമാകാം. ഇത്തരത്തിൽ നിങ്ങളുടെ ഡിസൈൻ, നിർമ്മാണം, പെയിന്റിംഗ്, മെറ്റീരിയലുകൾ, പുതിയ ട്രെൻഡുകൾ എന്നിവയെക്കുറിച്ചുള്ള കൂടുതൽ വീഡിയോയ്ക്കായി ശൂരനാട് ക്യാൻവാസ് ചാനലിനൊപ്പം തുടരൂ. അടുത്ത വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് കേരളത്തിന്റെ പാരമ്പര്യം വിളിച്ചോതുന്ന ഓടുമേൽക്കൂരയുള്ള കേരള സ്റ്റൈൽ വീടുകളുടെ മനോഹരമായ ലോകമാണ്. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.